ഹലോ ഫ്രണ്ട്സ്, റോയൽ സ്റ്റാർ വാട്ടർ ടെക്നോളജീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ ഇൻഡസ്ട്രിയൽ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് കാരിത്താസിലെ പൊന്മാങ്കൽ ബിൽഡേഴ്സിന്റെ ലേ ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു വലിയ വെസൽ 3 നമുക്കുള്ളത്. 3072 വെസലാണ്, നമ്മൾ തന്നെ വെച്ചതാണ്. അതിന്റെ സാൻഡ് ഫിൽട്ടർ എല്ലാം നമുക്ക് അതിന്റെ മീഡിയസ് എല്ലാം റീഫിൽ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലാറ്റുകൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും അവിടുത്തെ മലിനജലം കാര്യങ്ങളും എല്ലാം ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു STP പ്ലാന്റിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ ടാങ്കാണ് നിങ്ങൾ ഈ കാണുന്നത്. വലിയൊരു STP ടാങ്കാണ് ഈ കാണുന്നത്. അപ്പം അതിന്റെ ഫിൽട്രേഷനുമായിട്ട് സംബന്ധിച്ചും കൂടെയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന് ഇവിടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെസലുകളുണ്ട്. അതിന്റെ മീഡിയാസും കൂടെ നമുക്ക് ഇതിന്റെ അവിടെ റീഫിൽ ചെയ്യാനുണ്ട്. അപ്പൊ വലിയ വർക്കാണ് നമുക്കുള്ളത്. അപ്പൊ ഇന്നിപ്പോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇവിടെ ഇറക്കി വെക്കാൻ വന്നിരിക്കുകയാണ്. നാളെ തൊട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ടിങ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സർവീസും കാര്യങ്ങളും എല്ലാം പക്കയായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഇത് കാണുന്ന ഏതെങ്കിലും ഫ്ലാറ്റുകാർക്കോ ആർക്കെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നമുക്ക് എവിടെ വന്നാണെങ്കിലും നമുക്ക് സർവീസുകളെല്ലാം നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. അപ്പം ഇതിന്റെ സർവീസുകൾ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ആണോ കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് നാളെയാണ് ഇതിന്റെ സർവീസ് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മീഡിയാസ് ഒക്കെ നോക്കാം, വെസൽസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ STPയുടെ ഫിൽട്ടർ വരുന്നത്. 1865 എന്ന് പറയുന്ന 2 മോഡലാണ്. സാൻഡും കാർബണും പിന്നെ ഒരു ഡോസിംഗ് പമ്പും നമുക്ക് വരുന്നുണ്ട്. അത് ഫൈനൽ ഔട്ടിൽ ഒരു ക്ലോറിനേഷൻ കൊടുത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ മീഡിയാസ് നമുക്ക് മൊത്തം മാറ്റാറുണ്ട്. നമ്മുടെ മീഡിയാസ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കാർബണും സൈലക്സും സാൻഡുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ വലിയ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നുണ്ട്. അവിടേക്ക് പോവാം. ഇപ്പം STP വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ഈ നോയ്സ്. 24 hours വർക്ക് ചെയ്യണം. 2 ബ്ലോവറുകളുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പൊ നമുക്ക് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളെ അടുത്ത വീഡിയോസിൽ അതിന്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പൊ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്ന വെസൽ ഇതാണ് കേട്ടോ. ഇത് പണ്ട് നേരത്തെ നമ്മൾ ചേഞ്ച് ചെയ്തിരുന്ന അതിൻ്റെ സാൻഡും സൈലക്സും ഒക്കെ കിടക്കുന്നത്. ഇപ്പം ഈ വെസലിൽ ചെയ്യാനായിട്ടുള്ള കാർബൺ ടോപ്പപ്പാണ് നമ്മൾ ചെയ്യുന്നത്. സാൻഡ് ഫുള്ളായിട്ട് മാറും, ബാക്കിയെല്ലാം വാഷ് ചെയ്തിടും. ഇപ്പോൾ 3 സ്റ്റേജ് ഫിൽട്രേഷനാണ്. 3072 എന്ന് പറയുന്ന പ്ലാന്റാണിത്. സാൻഡ് ഫിൽട്ടർ, കാർബൺ ഫിൽട്ടർ, അയൺ റിമൂവർ ഫിൽട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സർവീസാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ STPയും സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്തിട്ട് നമുക്ക് STPയിലേക്ക് പോകാം. ഇത്രയും വലിയ ഫിൽട്ടർ സർവീസ് ചെയ്യുന്നത് ആരും ഒരു വീഡിയോസിലും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത് എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. സാധാ വെസൽ ഫിൽട്ടർ സർവീസ് ചെയ്യുന്ന പോലെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ കുറച്ച് മെത്തേഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിൻ്റെ ടോപ്പ് സ്റ്റെയിനറാണ് കേട്ടോ. അതിൽ തന്നെ നമുക്ക് അഴുക്കാണ്, നല്ല രീതിയിൽ അഴുക്കിനകത്തുണ്ട്, കണ്ടില്ലേ. നമുക്ക് അതിൻ്റെ സാൻഡ് എടുത്ത് നോക്കാം. ഇതിൽ തന്നെ ഇത്ര അഴുക്കുണ്ടെങ്കിൽ ബാക്കി ഫുള്ള് ഭയങ്കര അഴുക്കായിരിക്കും. കാണുന്ന കിണറുണ്ടോ? ഈ കാണുന്ന കിണറ്റിൽ നിന്നാണ് നമ്മൾ ഈ 3 സ്റ്റേജ് ഫിൽട്രേഷൻ വെച്ച് ഫിൽട്ടർ ചെയ്ത് ഇതാ കാണുന്ന ഒരു വാട്ടർ ടാങ്കാണ്. ആ വാട്ടർ ടാങ്ക് അടിച്ചിട്ടാണ് സ്റ്റോറേജ് ചെയ്തിട്ട് മേളിലത്തെ ഫ്ലാറ്റിലെ ഫുള്ളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കിണറ്റിൽ ഈ വെള്ളമാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്. ഈ വെസലിനകത്ത് നിന്ന് വരുന്ന മീഡിയാണിത്. ഇപ്പം നമ്മളിങ്ങനെ ഒരു 2 ഇഞ്ചിൻ്റെ ഓസിട്ടാണ് ഇപ്പോൾ അതെടുക്കുന്നത്. ഇങ്ങനെയാണ് ഈ മീഡിയ പുറത്തെടുക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫിൽറ്ററിനുള്ള പമ്പ്. ഇത് ഫിൽട്ടർ ചെയ്തിരുന്ന ടാങ്കിൽ നിന്ന് മേളിലേക്ക് ഇരിക്കുന്ന പമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓസിൻ്റെ നീളം കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് വർക്കൊന്ന് നിർത്തിയായിരുന്നു. ഇപ്പോൾ ഓസ് രണ്ടാമത് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും
വെസലിൽ നിന്ന് മീഡിയ പുറത്തെടുക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ ഈ സാൻഡ് ഫിൽറ്റർ മൊത്തം റീഫിൽ ചെയ്യുകയാണ്. ബാക്കി കാർബണും അയൺ റിമൂവറും നമ്മൾ സർവീസ് ചെയ്തിടുകയാണ് കേട്ടോ. നമ്മൾ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ബാക്ക് വാഷ് ചെയ്യുകയാണ്. മീഡിയയുടെ അഴുക്കെല്ലാം പോകാനായിട്ടൊന്ന് ഓപ്പൺ ബാക്ക് വാഷ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് വാഷ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി സാധനങ്ങൾ ചെയ്യും. ഇതാണ് നമ്മളിപ്പോൾ മാറ്റിയ സാധനങ്ങൾ കേട്ടോ. ഫുള്ള് മാറ്റി പണിയെല്ലാം കഴിഞ്ഞ് അജയ് ഉല്ലസിക്കുകയാണ് ഇവിടെ. കഴിഞ്ഞ പണിയൊക്കെ ഇനി അടുത്ത കഴിഞ്ഞ പരിപാടി ഇനി ബാക്കി ചെയ്യണ്ടേ? ഇനി നമുക്ക് ഒരു വെസൽ ഓപ്പൺ ബാക്ക് വാഷ് ഇതുപോലെ ചെയ്യണം, ഒരു വെസൽ ടോപ്പപ്പ് ചെയ്യണം കാർബൺ. ഇനിയാണ് പണി. STP കിടക്കുന്നത്. നല്ല വെള്ളമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടല്ലേ. ഇനിയിപ്പം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ സാൻഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാറിയ നമ്മുടെ സാൻഡും ഇതെല്ലാം നമ്മൾ വേറൊരു ചാക്കിലേക്ക് നിറച്ച് മാറ്റി ഇവിടെ വെക്കുകയാണ്. ഇനി അടുത്ത കാർബണാണ്. നമുക്ക് ടോപ്പപ്പേ ഉള്ളൂ. കാർബൺ വാഷ് ചെയ്ത് ടോപ്പപ്പ് ചെയ്യുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ അയൺ റിമൂവർ നമ്മൾ ഓപ്പൺ ബാക്ക് വാഷ് ചെയ്ത് ഫിനിഷ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് STPയുടെയും കൂടെ ചെയ്യാനുണ്ട്. അവിടെ മഴയാണ് മൊത്തത്തിൽ. നമ്മൾ ഫസ്റ്റ് ഫിൽറ്ററിൻ്റെ സാധനങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ആ ചാക്കിൽ തന്നെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർബൺ വെസൽ ബാക്ക് വാഷ് മുഴുവൻ പുറത്തെടുക്കാൻ പോവാണ്. കാർബൺ ടോപ്പപ്പ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്ത് റീഫിൽ ചെയ്ത് ടോപ്പപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കാർബൺ ഇപ്പോൾ എടുക്കുന്നതായിരിക്കും. കാർബൺ ഫിൽറ്ററാണ് ഇപ്പോൾ നമ്മൾ അഴിച്ചേക്കുന്നത്. അഴുക്ക് കണ്ടില്ലേ, ഇത്രയും ചെളിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ബാക്ക് വാഷ് ചെയ്താലും ഇതിനകത്ത് തന്നെ നിൽക്കുന്ന കുറച്ച് ചെളികളുണ്ട്. അതെല്ലാം കൂടെയാണ് ഇതിങ്ങനെ ആകുന്നത്. അപ്പോൾ ഒരുപാട് യൂസേജുള്ള സ്ഥലങ്ങളിൽ 3 വർഷമൊക്കെ കൂടുമ്പോൾ നമുക്കിത് റീഫിൽ ചെയ്യണം. ഇതുപോലെയുള്ള വലിയ ഫിൽറ്ററുകൾ. ചെറുതൊക്കെ നമുക്കൊരു 7 വർഷം വരെയൊക്കെ ഓടും. നമ്മളത് ടോപ്പപ്പ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അഴുക്ക് പൊടി കളയുകയാണ്. പുതിയ കാർബണിൻ്റെ പൊടിയാണ് പോകുന്നത്. ഈ അഴുക്ക് പോയിട്ട് ഫുൾ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മിച്ചമുള്ള കാർബണെല്ലാം ഇവിടെ ഈ കിണറിന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ 3 ഫിൽറ്റർ വരുന്നത്. പെൻഡെയറിൻ്റെ 3072ൻ്റെ 3 സ്റ്റേജ് ഫിൽട്രേഷനാണ്. സാൻഡ് ഫിൽറ്റർ, കാർബൺ ഫിൽറ്റർ, അയൺ റിമൂവർ ഫിൽറ്റർ. അതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാൻഡ് ഫുള്ള് റീഫിൽ ചെയ്തിട്ടുണ്ട്. കാർബൺ ടോപ്പപ്പ് ചെയ്തു, അയൺ റിമൂവറും ടോപ്പപ്പ് ചെയ്തു. ഈ 2 സാധനങ്ങളും നമ്മൾ ഓപ്പൺ ബാക്ക് വാഷും റിൻസും എല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കിയേക്കുവാണ്. നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ STP പ്ലാന്റാണ്. ഇപ്പോൾ STP പ്ലാന്റ് അങ്ങോട്ട് പോവുകയാണ്. അജയ് ഇതേ STP പ്ലാന്റിന് വേണ്ടി റെഡിയായിട്ട് നിൽപ്പുണ്ട്. കണ്ടില്ലേ, STP പ്ലാന്റിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഗ്ലൗസൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. STP തുടങ്ങിയേക്കാം വാ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും വർക്കിൻ്റെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. എത്ര വലിയ വെസൽ ഫിൽട്രേഷൻ ആണെങ്കിലും എന്താണേലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. STP ആണെങ്കിലും എല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ ആണെങ്കിലും, കേരളത്തിൽ വെളിയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പം STPയുടെ വർക്കിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ STPയുടെ ടാങ്ക് വരുന്നത് കേട്ടോ. വലിയൊരു ടാങ്കാണ്.
അപ്പം എല്ലാവരും ഈ STPയും കാര്യങ്ങളും ചെയ്യുന്നത് മാത്രം പോരാ, അതെല്ലാം കൃത്യമായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ ഈ മലിനജലവും കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം കറക്റ്റായിട്ട് അതിൻ്റെ സർവീസ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ STPയുടെ കുറ്റി വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് വെസലഴിച്ച് ക്ലിയർ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ രണ്ട് ഇതും നമ്മൾ മാറ്റാൻ പോവാണ്. സാൻഡും കാർബണുമാണ് വരുന്നത്. പിന്നെ ഡോസിങ് പമ്പും ശരിയാക്കാനുണ്ട്. ക്ലോറിൻ ഡോസിങ് ആണ് ഔട്ടിൽ വരുന്നത്. ഇതാണ് STPയുടെ വെസൽ വരുന്നത്. അതിപ്പോൾ ക്ലിയർ ചെയ്ത് നമ്മളായിരിക്കുന്ന മീഡിയ അതിൽ ഫില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. STP എന്ന് നമ്മൾ ഇതുപോലെ എല്ലാ 2 വർഷം കൂടുമ്പോൾ അല്ലെ 1 വർഷം കൂടുമ്പോൾ ഇതിൻ്റെ മീഡിയ എല്ലാം ചേഞ്ച് ചെയ്യണം. എന്നാലേ കറക്റ്റായിട്ട് STP എല്ലാം വർക്ക് ചെയ്യത്തുള്ളൂ. ഇവിടെ എല്ലാം പക്കയായിട്ടാണ് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് STPയും പ്ലാന്റും നമ്മൾ സർവീസ് ചെയ്യുന്നതായിരിക്കും. നമ്മളോട്ട് കോൺടാക്ട് ചെയ്യുക. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ കിട്ടുന്നതായിരിക്കും. കേരളത്തിലെവിടെയാണേലും നമ്മൾ വന്ന് സർവീസ് ചെയ്യുന്നതാണ്. അപ്പം ഇപ്പോൾ സാൻഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സാൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് കാർബണും കാര്യങ്ങളും ഒക്കെ എടുക്കാനുണ്ട്. ഞാൻ STPയുടെ അകത്തുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ STPയുടെ ബ്ലോവർ വരുന്നത്. 24 hours വർക്കിംഗ് ആണ്. ഒരെണ്ണം വർക്ക് ചെയ്ത് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും 4 മണിക്കൂർ ഡിഫറൻസിലാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് വർക്ക് ചെയ്യും. ഫ്ലഡ്ജ് പമ്പ് 2 ഉണ്ട്. നമുക്ക് ഫിൽട്ടർ ഫീഡ് പമ്പ് 2 ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഫുൾ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ STP അകത്തായിരുന്നു ഇരുന്നത്. സർവീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന കാരണം നമ്മൾ തന്നെയാണ് പുറത്തേക്ക് മാറ്റിയത്. ഇതാണ് ഇപ്പോൾ STPയുടെ ഇതെല്ലാം വരുന്നത്. STPയുടെ ഫ്ലോർ ഡയഗ്രമാണ് ഈ കാണുന്നത്. ഇതുപ്രകാരമാണ് നമുക്ക് വർക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ റീഫില്ലിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 വെസലായിരുന്നു. സാൻഡ് ഫിൽറ്ററും കാർബൺ ഫിൽറ്ററും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള STPയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കറക്റ്റായിട്ട് സർവീസും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ ഇങ്ങനെയുള്ള ഫിൽറ്ററുകളൊക്കെ ഒരുപാട് പ്രശ്നമായിരുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം STP പ്ലാന്റുകളെല്ലാം സർവീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി.